ഹായ് ഓൾ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മുടെ ഇറച്ചിക്കറിയുടെ എല്ലാം അതേ രുചിയിലുള്ള കറിയാണ് കേട്ടോ. സോയ വെച്ചിട്ടാണിത് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കറിൽ റെഡിയാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇറച്ചിക്കറി കഴിച്ച് മടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു ദിവസം ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പത്തിരിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ ആയിക്കോട്ടെ, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക് മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊരു അരമണിക്കൂർ നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടാവും. അതിനുശേഷം കൈവച്ച് നന്നായി തിരുമ്മി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ നമുക്ക് അങ്ങനെ തന്നെ വെക്കുക. ആ വെള്ളത്തോടെയാണ് നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്യുക. ഇനി നമ്മൾ കറിക്ക് ആവശ്യമായ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, ചെറുതാണെങ്കിൽ 2 എടുക്കാം, വലുതാണെങ്കിൽ 1 മതി കേട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് 1.5 ടീസ്പൂണും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി റെഡിയാക്കി എടുക്കുന്നത് കുക്കറിലാണ് കേട്ടോ. ഇനി നമുക്ക് ആദ്യം എടുത്തു വെച്ച തക്കാളിയും സവാളയും ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സോയ ചങ്ക്സ് ആ വെള്ളത്തോടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് 3-4 വിസിലാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോയ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ബീഫ് കറിയുടെ അതേ ടേസ്റ്റുള്ള കറിയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി വറവിടാൻ ആവശ്യമായ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറി ലീവ്സ്, പിന്നെ ചെറിയ ഉള്ളി ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് കറിവേപ്പിലയും മല്ലിയില ഉണ്ടെങ്കിൽ രണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സോയ മസാലക്കറി ഈ പാനിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോയ മസാലക്കറിയിൽ അത്യാവശ്യം വെള്ളമുണ്ട്. നമ്മൾ എക്സ്ട്രാ ആയിട്ട് കുക്കറിലിടുമ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ കറിയായിട്ട് തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര കറി വേണ്ടെങ്കിൽ ചെറിയ ഫ്ലെയിമിലിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി, കുറുക്കി കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ ഞാൻ കറിയായിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇറച്ചിക്കറിയുടെ അതേ രുചിയുള്ള സോയ ചങ്ക് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.